സുഹൃത്തുക്കളെ, രേണുസുതിയെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയും അഭിപ്രായങ്ങൾ ഇടുകയും വളരെ നല്ല രീതിയിൽ രേണുസുതിയെ കാണുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നീട് രേണുസുതി അടിക്കടിയുണ്ടായ വളർച്ചയെ തുടർന്ന് വളരെയധികം സ്വഭാവത്തിന് മാറ്റം വരികയും പിന്നീടുണ്ടായ രേണുസുതിക്കുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നായിരുന്നു. നമുക്കറിയാം, സുധിയുടെ പ്രോഗ്രാമിന് ഈ ഭാര്യയായ രേണുസുതി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് സ്റ്റേജിൽ നമ്മളോടൊക്കെ അഭിമുഖം നടത്തുകയും പരിചയപ്പെടുകയും രേണുസുതിയുടെ കാര്യങ്ങളെല്ലാം സുധി നമ്മളോട് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ എളിമയോടുകൂടി തന്നെ വളരെ ശാന്ത ഒരു സ്വഭാവമായി തന്നെ നല്ലൊരു ഭാര്യ എന്നുള്ള രീതിയിൽ രേണുസുതി അവിടെ വരികയും നമ്മളൊക്കെ കണ്ട കാഴ്ച തന്നെയാണ്. പിന്നീട് സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവരുടെ കുടുംബത്തിന് വളരെ തകർച്ച നേരിട്ടപ്പോൾ നമ്മളെല്ലാവരും മലയാളികളെല്ലാവരെയും അവർക്കും വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുധിയെ ചേർത്ത് പിടിക്കുക, സുധിയുടെ മരണത്തിന് ശേഷം സുധിയുടെ വീട്ടുകാരെ, ഭാര്യയെയും മക്കളെയും ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി തന്നെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ അവരെ നോക്കിക്കണ്ടതും അവരോട് പെരുമാറിയതും നമ്മൾ സംസാരിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ഇതൊന്നും കാണാൻ ഒരു കഴിവില്ലാതെ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാതെ രേണുവിന്റെ സംസാരം, അഹങ്കാരത്തോടുകൂടിയുള്ള സംസാരവും നടപ്പും ആറ്റിറ്റ്യൂഡ് തന്നെ വളരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. നമുക്കറിയാം, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിലിരിക്കണമെന്ന് ആരും പറയില്ല. കാരണം അവർക്ക് ഇറങ്ങി നടക്കണം, ജോലി ചെയ്യണം. അവരെ ആരൊക്കെ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അവർക്ക് അവരുടേതായ ജോലികളിൽ കൂടി മുന്നോട്ട് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ രേണുസുതിയുടെ ഈ മാറ്റം നമ്മളെ എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുള്ളതാണ്. ഭർത്താവ് മരിച്ചിട്ട് 2 വർഷം പോലും ആകുന്നതിന് മുമ്പുള്ള രേണുസുതിയുടെ ഈ മാറ്റവും ഈ റീൽസ്, വീഡിയോസ്, ഷോർട്ട് ഫിലിം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം ആക്ടർ എന്ന് പറയുന്നത് നല്ലൊരു ജോലി തന്നെയാണ്. സാധാരണ നല്ല ഒരു അഭിനയം കാഴ്ചവെക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് നല്ലതുപോലെ അതിനകത്ത് ശോഭിക്കുവാനും സാധിക്കും. അതിനൊന്നും കുഴപ്പമൊന്നും ആരും പറയുന്നില്ല. പക്ഷെങ്കിൽ രേണുസുതിയുടെ പിന്നീടുള്ള ആ അമിതമായ ഒരു അവന് ആരാണ് എന്താണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്ത, അത് ഒരു സ്ഥലകാല ബോധം പോലും ഇല്ലാത്ത രേണുസുതിയുടെ ആ ഒരു പ്രയാണം, സാമ്പത്തികമായിട്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും മൂല്യം കൽപ്പിക്കാതെ, കുടുംബത്തിന്റെ അന്തസ്സ് അഭിമാനമോ ഒന്നും നോക്കാതെ തന്നെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ അവരുടെ ഒരു അവസ്ഥയോ കുറിച്ചോ അവരുടെ ചിന്താഗതിയെക്കുറിച്ചോ അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണെന്നുള്ള ഒരു ബോധമില്ലാതെയും ചിന്താഗതിയില്ലാതെയും ചിന്താശക്തിയില്ലാതെയും ഒക്കെ രേണുസുതി പണം ഉണ്ടാക്കാൻ വേണ്ടി പായുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈറൽ താരമായ രേണുസുതി ദുബായിൽ അന്യ രാജ്യങ്ങളിൽ പോയി വരെ ബിഗ് ബോസിൽ പോയി സ്റ്റേജ് പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കുകയും നടു റോഡിൽ നിന്നുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ തങ്ങൾക്ക് ചേരാത്ത, തങ്ങളുടെ ഒരു നിലയ്ക്കും വിലയ്ക്കും ഒതുങ്ങാത്ത, തങ്ങളുടെ ഒരു അവനവന്റെ ഒരു പ്രസ്റ്റേജ് നോക്കാതെ, കുടുംബത്തിന്റെ ഒരു അവസ്ഥ നോക്കാതെ, അവിടെ കുടുംബത്തിന്റെ യാതൊരു കാര്യങ്ങളും ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ അവനവന്റെ ആ ഒരു റീൽസ് കൂട്ടുന്നതിന് വേണ്ടി മാത്രം, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം രേണുസുതി കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കുടുംബാംഗങ്ങളെ നോക്കുന്നതിന് വേണ്ടി, കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നതിന് എല്ലാവരും സപ്പോർട്ട് മാത്രമേ പറയുകയുള്ളൂ. പക്ഷേ ഇതല്ല, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, വളരെ ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് രേണുസുതി സമൂഹത്തിൽ നെഗറ്റീവ് കമന്റിൽ കൂടി കയറി വന്ന ഒരാളാണ് രേണുസുതി. കാരണം നെഗറ്റീവ് വരുന്നതാണ് രേണുസുതിക്ക് ആവശ്യം, എങ്കിൽ മാത്രമേ രേണുസുതിക്ക് നിലനിൽപ്പിക്കുകയുള്ളൂ എന്ന് ഒരു മിഥ്യാധാരണ രേണുസുതിയുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെയധികം പൊട്ടത്തരങ്ങൾ വിളങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, നമ്മുടെ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചു, റിപ്പബ്ലിക് ഡേയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ രേണുസുതി അവിടെ കിടന്ന് കളിക്കുന്ന നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു വാക്ക് പോലും പറയാനറിയില്ല. വന്ദേ ഭാരതം എന്നാണ് രേണുസുതി അത് തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയയിലുള്ള ചോദിക്കുന്നയാൾ പറഞ്ഞു കൊടുക്കുന്നു, വന്ദേ ഭാരതല്ല, വന്ദേ മാതരം ആണ് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ പറയുകയാണ് അങ്ങനെയും പറയാം എന്ന് പറയുന്നു. അത് എന്തറിഞ്ഞിട്ടാണ് രേണുസുതി അങ്ങനെയും പറയാം എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? സത്യത്തിൽ അതറിയാവുന്ന ആൾക്കാർക്കറിയാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ദേശത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം വരുവാൻ പാടില്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രേണുസുതിക്ക് അറിയില്ല. ഒരു കാര്യവും രേണുസുതി അംഗീകരിക്കില്ല. അവർക്ക് വീടും സ്ഥലവും കൊടുത്ത ആൾക്കാരെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ വലിയ രീതിയിൽ കുറ്റം പറയുകയാണ്. വീട് നനയുന്നു,
അവന് രേണുസുതിക്ക് ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല വീടിന്, അല്ലേ? അത്രയും സഹായം ചെയ്യാൻ മനസ്സ് കാണിച്ച ആൾക്കാരെ വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിച്ച് രേണുസുതിയുടെ ഫ്രണ്ടാണെങ്കിൽ വന്ന് പറയുന്നത് എന്താണ്? ഈ പിടക്കുന്ന എന്താണ്? മെസ്സേജ് അങ്ങോട്ട് ഇടുമെന്നാണ് പറയുന്നത്. എന്തും മെസ്സേജാണ്? സമൂഹത്തിൽ അത്രയും വലിയ നിലയുമായിട്ട് താമസിക്കുന്ന ഒരാളുടെ കാര്യമാണ് വന്ന് നിന്ന് മെസ്സേജ് അങ്ങോട്ട് ഇടും എന്നൊക്കെ പറയുന്നത് ഇവരെ, അല്ലേ? ഏത് രീതിയിലുള്ള മെസ്സേജ് ആണെങ്കിൽ പോലും അത്രയും ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു വാക്കാണോ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, പറയുന്ന ആൾക്കാർക്ക് വിവരമില്ലെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അവർക്ക് എന്താണ് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുമുള്ള ഒരു ജനതയാണ് നമുക്കുള്ളത്. ഇത് രേണുസുതി എന്ന് പറയുന്നത് ഏതൊരു വാക്കോ എന്തൊരു കാര്യം പറഞ്ഞു കൊടുത്താലും രേണുസുതി അംഗീകരിക്കുക. നമുക്കറിയാം ബിഗ് ബോസ് പരിപാടിയിൽ രേണുസുതി ചെന്ന് കളിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, അല്ലെ? കൊച്ചു കുട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എന്നിട്ട് ഒരു മുടന്ത ന്യായം പറയുകയാണ്, ഞാൻ കുട്ടികളെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ന്. 3 ദിവസം ബിഗ് ബോസിൽ പോകുന്ന ഏതൊരാളും കുടുംബവും കുട്ടികളും ഒക്കെയുള്ള ആൾക്കാരാണ്. കുടുംബമുള്ള ആൾക്കാർ തന്നെയാണ് ബിഗ് ബോസ് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നതും അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് 100 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരും അതുപോലെ ഇടയ്ക്ക് വരേണ്ട ഔട്ടാകുമ്പോൾ ഇറങ്ങി വരികയും ചെയ്യുന്നു. നിൽക്കുന്ന ദിവസം അത്രയും ദിവസം മാന്യമായിട്ടുള്ള ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെ കാണണമെന്ന് പറയുന്ന ആ വാക്കിനകത്തെ പൊട്ടത്തരം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ രേണുസുതിയുടെ വേഷവിധാനങ്ങൾ പെട്ടെന്നുള്ള ആ മാറ്റം, അല്ലേ? എന്തോ ഒരു വലിയ സംഭവമാണ്, പെട്ടെന്ന് താനങ്ങ് വലിയ സെലിബ്രിറ്റി ആയി പോയി എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയാണ്. ഒരു കാര്യത്തിനും ആൻസർ പറയാൻ രേണുവിന് അറിയില്ല. ഇപ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയുന്ന കേട്ടു, കാമുകനുണ്ടെന്നും ദുബായിൽ അവിടെ കാമുകനെ കാണാൻ പോകുന്നു എന്നും അവന് വിവാഹം തനിക്ക് ഉടനെ ഉണ്ടെന്ന്. അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പല കാര്യങ്ങളും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിന് ഒരു വ്യക്തതയോ ഒരു എന്താ പറയുന്നത്, അതിനൊരു സത്യസന്ധതയോ ഇല്ലാത്ത കാര്യങ്ങളാണ് രേണുസുതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ നെഗറ്റീവ് കമന്റുകൾ ഒരുപാട്. ഈ രേണുവിന് മാത്രം എന്താണ്, എത്രയോ നടിമാരും നടന്മാരും അഭിനയിച്ച് അവരുടെ അഭിനയ ജീവിതം നമ്മുടെ സമൂഹത്തിൽ വന്ന ഓരോ കാര്യങ്ങൾ അവർ പറയുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, പൊതുപ്രവർത്തനം നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ആരെക്കുറിച്ച് ഇത്രയും കുറ്റം ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇത് എന്താ പറയുന്നത്, രേണുവിനെ കുറിച്ച് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് കമന്റ്സുകൾ. എല്ലാവരും മീഡിയ തുറന്നാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ രേണുവിന്റെ ഓരോ ചാട്ടവും, അല്ലേ? അതൊരു എന്താ പറയുന്നത്, ഒരു ഡാൻസ് ഒന്നും നേരെ ചൊവ്വയെ കളിക്കാൻ അറിയില്ല രേണുവിനെ. ഒരു അഭിനയം മുഖത്ത് വരുന്നില്ല. ഒരേ ഒരു ഇത് മാത്രമാണ് എപ്പോഴും മുഖത്ത് താങ്ങിക്കുന്നത്. അപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു സ്ത്രീയാണല്ലോ, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്, കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കണം, ഒരു തൊഴിലല്ലേ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം രേണുസുതി വിചാരിക്കുന്നത് താനെന്തോ വലിയ സംഭവമാണ്, തനിക്ക് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ, തനിക്ക് മാത്രമേ ഇതൊക്കെ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ആരോ രേണുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വന്നാൽ വളരെ നല്ല രീതിയിൽ മറുപടി കൊടുത്തേക്കാൻ ഏതോ വിവരദോഷികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുമൂലമാണ് രേണുസുതി വന്ന് ഈ പൂരപ്പാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അപ്പോൾ തന്നെ അതിന്റെ രേണുവിന് മറുപടി ഉണ്ട്, അപ്പോൾ തന്നെ. എന്നാൽ രേണു പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും കാണാൻ നേരമില്ല, ഇത് ബിസി ആവുള്ള ആളാണ്, എനിക്കിതൊന്നും നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറുപടി കൊടുക്കണമെങ്കിൽ ഈ വീഡിയോസ് എല്ലാം കാണാതെ എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ പറ്റുന്നത്? അതുപോലെ ഒരു യൂട്യൂബറിനെതിരെ അതുൽ എന്ന് പറയുന്ന യൂട്യൂബറിനെതിരായിട്ടാണ് രേണുസുതി കേസ് കൊടുത്തത്. രേണുസുതിയെ എന്തോ കുറ്റം പറഞ്ഞെന്നോ എന്തോ ബോഡി ഷെയിമിംഗ് നടത്തി എന്നൊക്കെയുള്ള പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രേണുസുതിയെ, കാരണം നിയമമില്ലാത്ത ഒരു കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനോ അതിന് ആക്ഷൻ എടുക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിയമപാലകരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ രേണുസുതിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുകയാണ് ചെയ്തത്. കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. രേണുസുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വാദികളാണ്, ഞങ്ങളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു വന്ന കണ്ട രീതിയിൽ രേണുസുതി പറഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. അപ്പോൾ നിയമം എന്താണ്, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാതെയാണ് രേണുസുതി മുൻപോട്ട് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രേണുസുതിയുടെ മക്കൾ 2 പേരുണ്ട്, അല്ലെ? ഈ മക്കൾ 2 പേരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ രേണുസുതിയുടെ ഓരോ ചാട്ടവും മറിച്ചിലും എല്ലാം. ഇതെന്താണ്, എന്ത് കോപ്രായമാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഇപ്പൊ രേണുവിനെതിരാണ്. ആദ്യമൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്തു, കാരണം ഒരു സ്ത്രീയാണ്, അവരുടെ കുടുംബത്തിൽ അവർ മാത്രമേ വരുമാനം ഉണ്ടാക്കാൻ ഉള്ളൂ, മാത്രമല്ല ഒരു കലാകാരന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റെസ്പെക്റ്റോടും അതിൻ്റെതായ ഒരു സ്നേഹത്തോടും ആരാധനയോടും കൂടിയൊക്കെ നമ്മൾ നോക്കിക്കണ്ടു. പിന്നീട് ഉണ്ടായ ഭാവപ്പകർച്ചയിലൂടെയാണ് എല്ലാവർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകുന്നതും നെഗറ്റീവ് കമന്റ് ഇടുന്നു. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത് തന്നെ രേണുസുതിക്ക് വളരെ സന്തോഷമാണ്. ഈ ഓരോ നെഗറ്റീവ് കമന്റും കണ്ട് അതിന്റെ മറുപടി പറഞ്ഞാണ് രേണുസുതി വീണ്ടും ഈ റീൽസും ഈ കോമഡി ഈ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഡാൻസ് കളിക്കുക, പാട്ട് പാടുക. പാട്ട് പാടുന്നതിന് വലിയ പാട്ടുകാരിയൊന്നും ആയിട്ടുള്ള രീതിയിലുള്ള പാട്ടൊന്നും അല്ല പാടുന്നു. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കണം. രേണുസുതിയാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇത്തരം ഒരു നടിയുടേതായ ഒരു യാതൊരു എന്താ പറയുന്നത്, യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത
വന്ന് സമ്മതി വന്നുകൊണ്ട് കണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു, ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. ആ ബിഷപ്പ് എന്ന് പറയുന്ന എത്രയോ നല്ല മനുഷ്യനാണ്, ഇവർക്ക് സഹായം ചെയ്ത് കൊടുത്തത്. അതുപോലെ രേണു സുധി ഈ സുധി മരിച്ച ഇടയ്ക്ക് തന്നെ ഈ പ്രൈവറ്റ് ചാനലും അതുപോലെ തന്നെ എന്താ പറയുന്നത് പല ആൾക്കാരും ഈ രേണുവിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴൊന്നും രേണുവിന് ജോലി വേണ്ട. രേണു പറയുന്ന അക്കൗണ്ടന്റ് ആയിട്ടൊന്ന് ജോലി ചെയ്യാൻ രേണുവിന് അറിയില്ല എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയും അറിയില്ല എന്ന്. എന്നാൽ തനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നതും സംസാരിക്കുന്നതും. ഒരു കാര്യം രേണുവിന് അറിയില്ല. ഏതൊരു കാര്യം ചോദിച്ചാലും യഥാർത്ഥ രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള ഒരു ആൻസർ പറയാൻ രേണുവിന് അറിയില്ല. യൂട്യൂബേഴ്സിനെയാണ് ഇപ്പോൾ രേണു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കമന്റ് ഇടുന്നവരെ കുറ്റം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കമന്റ് ഇടുന്നതെന്നുള്ള കാര്യം രേണു മനസ്സിലാക്കുന്നില്ല. എന്തായാലും രേണുവിന് വളരെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ അധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണുവിനെ ഇനിയാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. അതല്ല ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെങ്കിൽ രേണുവിന് ആൾക്കാരെ ഇനിയും നെഗറ്റീവ് കമന്റിലൂടെ തന്നെ രേണുവിന് മുന്നോട്ട് പോയി വരും എന്നുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്.